ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യണത് 2 പോയിന്റുകളാണ്. 1 ഫംഗ്ഷൻ, ഓൺ ടു ഫംഗ്ഷൻ. ഈ 2 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യണത്. ഓക്കെ, ആദ്യമായിട്ട് നമുക്ക് 1 ഫംഗ്ഷൻ എന്താണെന്ന് പറയാം. നോക്കൂ, ഇവിടെ ഒരു ഫംഗ്ഷൻ, ഒരു 4 ഫംഗ്ഷനുകൾ ഞാൻ തന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഒരു ഫംഗ്ഷനിലേക്ക് ശ്രദ്ധിക്കാം. ഇവിടെ എ എന്ന സെറ്റിൽ നിന്ന് ബി എന്ന സെറ്റിലേക്ക് ഒരു ഫംഗ്ഷൻ എഫ് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ സെറ്റിനെ നമ്മൾ ഡൊമൈൻ എന്ന് വിളിക്കും, ഈ സെറ്റിനെ നമ്മൾ കോഡൊമൈൻ എന്ന് വിളിക്കും. ഇതൊക്കെ നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. ഇനി 1 ഫംഗ്ഷനാണ് ആദ്യം നമ്മൾ പറയുന്നത്. 1 എന്ന് പറഞ്ഞാൽ അതിൽ മലയാളത്തിൽ നമ്മൾ കാണുകയാണെങ്കിൽ 1 എന്നാണ്. അപ്പോൾ ഓരോ വേറെ വേറെ സാധനങ്ങൾക്ക് വേറെ വേറെ ഇമേജ് ഉണ്ടാവണം എന്നാണ്. അതുതന്നെയാണ് ഇവിടെ 1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഡൊമൈനിലെ വ്യത്യസ്ത എലമെൻറ്റുകൾക്ക്, ഡിസ്റ്റിങ്ക്റ്റ് എലമെൻറ്റുകൾക്ക് ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഉണ്ടാവണം. അപ്പോൾ അതിനെയാണ് നമ്മൾ 1 ഫംഗ്ഷൻ എന്ന് വിളിക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റുകൾക്ക്, ഡൊമൈനിലുള്ള എലമെൻറ്റുകൾക്ക് കോഡൊമൈനിൽ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് വേണം എന്ന് പറഞ്ഞാൽ, നിലവിലുള്ള ഈ ഫംഗ്ഷൻ 1 ആണോ? അല്ല, ഇത് നോട്ട് 1 ആണ്. 1 അല്ല. 1 അല്ലാത്തതിനെ നമ്മൾ മെനി 1 എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത് നോട്ട് 1 തൽക്കാലം ഞാൻ അങ്ങനെ പറഞ്ഞു. എന്തുകൊണ്ട് 1 അല്ല? ഇവിടെ 2, 2, 3 എന്നീ എലമെൻറ്റുകൾക്ക് സെയിം ഇമേജ് വന്നു. അപ്പോൾ സെയിം ഇമേജ് വന്നാൽ 1 അല്ല. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കേസിലേക്ക് വരാം. നോക്കൂ, ഇവിടെ ഈ ഫംഗ്ഷൻ 1 ആണോ? 2, 4, 5, 6 ഇതൊക്കെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണല്ലോ. അതിനൊക്കെ ഇമേജുകൾ ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ്. ഒരേ ഇമേജ് ആർക്കും ഇല്ല. ഏത് 2 എണ്ണത്തിനും ഒരേ ഇമേജ് ഇല്ല. അതുകൊണ്ട് ഇത് 1 ആണ്. നോക്കൂ, ഇത് 1 ആണോ? അല്ല, ഇത് 1 അല്ല. കാരണം എന്താ? ഇവിടെ എല്ലാ എലമെൻറ്റുകൾക്കും സെയിം ആണ്. ഒന്നിൽ 2 എണ്ണം, മിനിമം 2 എണ്ണത്തിനെങ്കിലും സെയിം ഇമേജ് വന്നാൽ തന്നെ 1 അല്ല. ഇവിടെ എല്ലാവർക്കും സെയിം ഇമേജ് ആണ്. അപ്പോൾ ഇത് 1 അല്ല. അപ്പോൾ ഇതും ഫസ്റ്റ് കേസിലും 1 അല്ല, ഈ തേർഡ് കേസിലും 1 അല്ല. ഇനി ഈ ഫോർത്ത് കേസോ? ഒറ്റ നോട്ടത്തിലേ നമുക്ക് പറയാൻ പറ്റും എല്ലാവർക്കും വ്യത്യസ്തമായിട്ടാണ് പോണത്. ഒരേ ഇമേജുള്ള ആരുമില്ല. ഓക്കെ, എല്ലാവർക്കും വ്യത്യസ്ത ഇമേജുകളാണ്. ഡൊമൈനിലെ എല്ലാവർക്കും വ്യത്യസ്ത ഇമേജുകളാണ്. അതുകൊണ്ട് ഇതും 1 ആണ്. ഓക്കെ, അപ്പോൾ 1 എന്താണെന്നുള്ള കാര്യം ആദ്യം ക്ലിയർ ആയിട്ട് മനസ്സിൽ കൺസെപ്റ്റ് ഉണ്ടാവുക. എന്താ 1 എന്നാൽ എന്താണ്? ഇപ്പോൾ പറഞ്ഞ എന്താണ്? വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് ഉണ്ടാവണം എന്ന് പറഞ്ഞാൽ സെയിം ഇമേജ് വരാൻ പാടില്ല. ഇവിടെ വന്നു. ഓക്കെ, അതുകൊണ്ട് ഇതൊന്നും 1 അല്ല. ഇവിടെ ഒക്കെ സെയിം ഇമേജ് ആർക്കും ഇല്ല. അതുകൊണ്ട് എല്ലാവർക്കും ഡിഫറെൻ്റ് ആണ്, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടാണ് ഇമേജ് കിടക്കുന്നത്. അതുകൊണ്ട് ഇതും രണ്ടും 1 ആണ്. ഓക്കെ, ഇനി നമ്മൾ 1 ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലായെങ്കിൽ നമ്മൾ അടുത്ത ഒരു പോയിന്റ് കൂടി ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കാൻ പോണത് 1 ഫംഗ്ഷൻ ആണ് എന്ന് എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു ആരോ ഡയഗ്രാം ഒക്കെ തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെയധികം സൗകര്യമാണ്. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പറയാൻ പറ്റും 1 ആണോ 1 അല്ലേ എന്നുള്ള കാര്യം. പക്ഷേ നമുക്കിങ്ങനെ ആരോ ഡയഗ്രാം ഒന്നും എല്ലാ സമയത്തും തരൂല. നമുക്ക് തരാൻ മിക്കവാറും ഫംഗ്ഷൻ്റെ ആൾജിബ്രായിക് എക്സ്പ്രഷൻ ആയിരിക്കും. ഉദാഹരണത്തിന് ഡെഫിനിഷൻ f(x) = 3x + 5. ഇതൊരു ഫംഗ്ഷനാണ്. x ബിലോങ്സ് ടു റിയൽ നമ്പറിലെ ഒരു റിയൽ ഫംഗ്ഷൻ ഇങ്ങനെ തന്നു വിചാരിക്കുക. എന്നിട്ട് നമ്മോട് പറയാണ് ഇത് 1 ആണോ എന്ന് ചെക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇത്തരം കേസിൽ എങ്ങനെയാണ് നമ്മൾ 1 ആണെന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിക്കാൻ പോണത്. ആ കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ പഠിക്കാൻ പോണ കാര്യം. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാം. പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിക്കാം. ഇവിടെ നമ്മൾ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗം ഇതാണ്. f(x1) = f(x2) എന്ന് എടുത്തിട്ട് അവസാനം x1 = x2 എന്ന് പ്രൂവ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കണു, എന്തുകൊണ്ടാണ് ഇങ്ങനെ എടുക്കേണ്ടതെന്നൊക്കെ ഞാൻ വേണമെങ്കിലൊന്ന് പറയാൻ ശ്രദ്ധിക്കുക. നമ്മൾ 1ന്റെ ഡെഫിനിഷൻ എന്താ പറഞ്ഞത്? ഡൊമൈനിലെ എലമെൻറ്റുകൾ, വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ് വേണമെന്നാണ് പറഞ്ഞത്. ഡൊമൈനിലെ എലമെൻറ്റുകൾ നമ്മൾ എക്സുകളായിട്ടാണ് എടുക്കുക. എക്സ് വാല്യൂസ് ആണ്.
അപ്പോൾ നമ്മൾ വ്യത്യസ്തമായ എക്സ് വാല്യൂസ് എന്ന് പറഞ്ഞാൽ ഏത് രണ്ട് എക്സ് വാല്യൂ ഈക്വൽ അല്ലാത്തതിന് നമ്മൾക്ക് വ്യത്യസ്തം ഡിസ്റ്റിങ്ക്റ്റ്. ഇങ്ങനെയാണെങ്കിൽ ഇമേജുകൾ x1ൻ്റെ ഇമേജ് എന്താ f(x1), അതുപോലെ x2ൻ്റെത് f(x2). ഇത് വ്യത്യസ്തമാണെങ്കിൽ ഇമേജുകളും വ്യത്യസ്തമാകണം. വ്യത്യസ്ത എലമെൻറ്റുകൾക്ക് വ്യത്യസ്ത ഇമേജ്, ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്, കോൺട്രാ പോസിറ്റീവ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അങ്ങോട്ട് പ്രൂവ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തിരിച്ച് പ്രൂവ് ചെയ്യുക, അത് തിരിച്ചെടുക്കുകയും നെഗറ്റീവും അപ്ലൈ ചെയ്തിട്ട് പ്രൂവ് ചെയ്യുക. അതാണല്ലോ നെഗേഷൻ. തിരിച്ചെടുക്കും വേണം, നെഗേഷൻ അപ്ലൈ ചെയ്യും വേണം. അതിനാണ് നമ്മൾ കോൺട്രാ പോസിറ്റീവ് എന്ന് പറയാം. ആ കോൺട്രാ പോസിറ്റീവ് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ ഇതിൻ്റെ കോൺട്രാ പോസിറ്റീവ് എന്താ വരിക? ഇതാദ്യം എഴുതണം, മാത്രമല്ല നെഗേഷൻ എടുക്കും വേണം. അപ്പോൾ ഈക്വൽ അല്ല എന്നുള്ളതിൻ്റെ നെഗേഷൻ എന്താണ്? ഈക്വൽ ആണ്. ഇംപ്ലൈസ് തിരിച്ചെടുക്കുമ്പോൾ പിന്നെ ഈ പാർട്ട് ഇവിടെ വരിക, x1 മാത്രമല്ല നെഗേഷനും. അപ്പോൾ ഈക്വൽ അല്ല എന്നുള്ളത് ഈക്വൽ ആണെന്നുള്ളതും വരും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ മതി. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കൺസെപ്റ്റാണ്. ഒരു ഫംഗ്ഷൻ 1 ആണ് എന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗം എന്താണ്? f(x1) = f(x2) എന്ന് എടുത്തിട്ട് x1 = x2 എന്ന് എത്തിക്കണം. നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇപ്പോൾ 3x+5 എന്ന ഫംഗ്ഷൻ തന്നിട്ട് നമ്മളോട് പറയണം 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? f(x1) = f(x2) എന്ന് എഴുതാം. അവസാനമാണ് ഇത് കിട്ടേണ്ടത്. ദാറ്റ് ഇംപ്ലൈസ് f(x) എന്ന് പറഞ്ഞാൽ 3x+5 ആണ്. അപ്പോൾ f(x1) എന്താണ്? 3x1+5. പിന്നെ അവിടെ എന്താ? ഈക്വൽ ടു. പിന്നെ അവിടെ എന്താ? f(x2) എന്ന് പറഞ്ഞാൽ 3x2+5. f(x)ൽ x-ന് വേറെ x2 കൊടുത്തത് എന്ന് പറഞ്ഞാൽ 3x2+5. ദാറ്റ് ഇംപ്ലൈസ് ഈ +5 അങ്ങോട്ട് പോകുമ്പോൾ -5 ആയിട്ട് ക്യാൻസലായി പോകും. എന്ന് പറഞ്ഞാൽ 3x1 = 3x2 എന്നായി മാറും. വീണ്ടും നമുക്കിതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പറയാൻ പറ്റും x1 = x2 എന്നുള്ളതിൽ എത്തിച്ചേരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ f(x1) = f(x2) എന്നുള്ളതിൽ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ ചെയ്ത് അവസാനം നമുക്ക് x1 = x2 എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്താൻ പറ്റി. എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റിയാൽ നമ്മൾ എന്ത് പറയും? ഇത് 1 ആണ് എന്ന് പറയാൻ പറ്റും. അല്ലാതെ ഇതിൻ്റെ ആരോ ഡയഗ്രാം ഒന്നും നമുക്ക് വരക്കാൻ കഴിയില്ല. റിയൽ ഫംഗ്ഷനാണ്, റിയൽ നമ്പേഴ്സിലാണ് ഫംഗ്ഷൻ. ഓരോ എലമെൻ്റ് എന്ന് പറയുമ്പോൾ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇല്ലേ? അപ്പോൾ നമുക്ക് ആരോ ഡയഗ്രാം ഒന്നും കണ്ടുകാണ്ട് ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്കുള്ള മാർഗം. 1 ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള മാർഗം ഇതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. മറ്റൊരു 2 പ്രോബ്ലങ്ങൾ ഇതേപോലത്തെ മറ്റൊരു 2 പ്രോബ്ലത്തിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നതാണ്. നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഫംഗ്ഷൻ f(x) = 2x+7 എന്നുള്ള ഫംഗ്ഷനാണ് തന്നിരിക്കുന്നത്. 1 ആണോ എന്നാണ് നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത്. 1 ആണോ എന്ന് നോക്കാനുള്ള മാർഗം നാം പഠിച്ചതാണ്. f(x1) = f(x2) എന്നെടുക്കണം. എന്നിട്ട് ഇതിൽ നിന്നും എന്ത് കിട്ടണം? x1 = x2 എന്ന് അവസാനം നമുക്ക് എത്തിക്കണം. ഇതിലേക്ക് എത്തിക്കണം. f(x1) = f(x2) എന്നുള്ളതിൽ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ x കാണുന്നിടത്തെല്ലാം x1 കൊടുത്തതാണല്ലോ f(x1). അപ്പോൾ 2x1+7 = 2x2+7 എന്ന് കിട്ടും. ഇതിൽ നിന്ന് 2x1 ഈ 7 അങ്ങോട്ട് പോകുമ്പോൾ ക്യാൻസലായി പോകുമല്ലോ അല്ലേ? 2x2 എന്ന് കിട്ടും. ഇതിൽ നിന്നും 2ഉം 2 ഭാഗത്തും ഡിവൈഡ് ചെയ്യുമ്പോൾ x1 = x2 എന്ന് കിട്ടും. അതേപോലെ നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം. മറ്റൊരു പ്രോബ്ലം ഇതാണ്. f(x) = x+1/x-3 റിയൽ ഫംഗ്ഷൻ ആണ്. അപ്പോൾ ഇവിടെയും നമ്മൾ ഇതേപോലെ തന്നെയാണ് 1 ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. 1 ആണെന്ന് എവിടെ പ്രൂവ് ചെയ്യാൻ പറയുമ്പോഴൊക്കെ നമ്മൾ ഈ ഒരു കാര്യം ഓർത്താൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററുകൾ നമ്മൾ ബുദ്ധിമുട്ടാക്കുന്നത് നമുക്കത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നത് സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാക്കുന്നത് ജസ്റ്റ് ക്ലോസ് ചെയ്യുക. ഇവിടെയുള്ള നിങ്ങൾക്ക് ഇവിടുത്തെ ഡിനോമിനേറ്റർ അങ്ങോട്ട് ക്ലോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ x1+1
ടു 1 into -3 that is -3 that is equal to ഈ ഭാഗം അതേപോലെ ഇപ്പോൾ നമുക്ക് x1 x2 -3 x2 plus x1 -3 എന്ന് ഇനി രണ്ടാമത്തെ ഒരേ ടൈം വന്നിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്ത് കളയാൻ അപ്പോൾ ഇവിടെ x1 x2 ഇവിടെ x1 x2 ഇവിടെ -3 ഇവിടെ -3 ബാക്കിയുള്ള സെയിം ടേംസ് വന്നിട്ടില്ല ഇവിടെ -x1 ആണ് ഇവിടെ -x2 ആണ് അതൊന്നും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ സാഹചര്യത്തിൽ കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത് x1 ഉള്ള ടേമെല്ലാം ഒരു ഭാഗത്തും x2 ഉള്ള ടേമെല്ലാം മറ്റൊരു ഭാഗത്തും ആക്കി അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഉള്ള സമയം x2 ഇവിടെ ഉണ്ട് -x2 അപ്പുറത്തുള്ള അതിനെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടാം ഈ -x1 അങ്ങോട്ടും കൊണ്ടാം അപ്പോൾ നമുക്ക് സംഭവിക്കുന്നത് x2 നിലവിലുള്ളത് -3x2 ഇപ്പുറത്തുള്ളത് +3x2 എന്നാവും that is equal to our x1 ഉണ്ട് ഇവിടുന്ന് -3x1 അങ്ങോട്ട് പോകാനുള്ളത് that is 3x1 എന്ന് പറഞ്ഞാൽ ഒരു x2 3x2 കൂടി ആഡ് ചെയ്യാനാണ് അപ്പോൾ 4x2 that is equal to x1 plus 3x1 that is 4x1 that implies 4 ന്റെ സൈഡിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് x2 equal to x1 that is x1 equal to x2 x1 equal ആണെങ്കിൽ x1 is equal to x2 എന്ന് പറയാം ഓക്കേ അപ്പോൾ നമുക്ക് x1 ഇവിടെ f of x1 is equal to f of x2 എന്ന് എടുത്ത് നമ്മൾ തുടങ്ങിയിട്ട് അവസാനം നമ്മൾ x1 is equal to x2 എന്നുള്ളത് ലഭിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും വന്നതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 ഫംഗ്ഷൻ ആണ് എന്ന് നമുക്ക് പറയാം വീണ്ടും നമുക്ക് മറ്റൊരു പ്രോബ്ലത്തിലേക്ക് കിടക്കാം ഇവിടെ നമ്മൾ f from r to r given by f of x is equal to x square ഇവിടെ നമ്മൾ 1 ആണെന്ന് സെറ്റ് ചെയ്യുമ്പോൾ ഫംഗ്ഷൻ 1 ആണെന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി സാധാരണ ചെയ്യുമ്പോൾ f of x is equal to f of x2 എന്ന് എടുത്തിട്ട് നമ്മൾ അവസാനം x1 equal to x2 എന്ന് എത്തിക്കണം പക്ഷേ 1 ആണെന്ന് 1 ആണെന്ന് സെറ്റ് ചെയ്യാം അങ്ങനെ എത്തിക്കാൻ പറ്റിയ 1 ആണ് എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ 1 ആണ് ഓക്കെ അപ്പോൾ f of x is equal to f of x2 എന്ന് പറഞ്ഞാൽ f of x1 എന്നാൽ f of x x square ആണ് f of x1 എന്ന് പറഞ്ഞാൽ x1 square എന്നാണ് that is equal to f of x2 എന്നാൽ x2 square ഇനി നമുക്ക് x1 square is equal to x2 square ആയതുകൊണ്ട് x1 is equal to x2 എന്ന് നമുക്ക് എഴുതാൻ പറ്റുമെങ്കിൽ ഇത് 1 ആണ് പക്ഷേ ഇത് പറ്റുമോ ഇത് ഇങ്ങനെ ഒരു സംഭവം ഇംപ്ലൈ ചെയ്യുന്നില്ല നമുക്കറിയാം സ്ക്വയറുകൾ ഈക്വൽ ആയതുകൊണ്ട് സ്ക്വയർ ഇല്ലെങ്കിൽ ഒഴിവാക്കിയാൽ ഈക്വൽ ആവണമെന്നില്ല എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -3 സ്ക്വയറും 3 സ്ക്വയറും ഈക്വൽ ആണ് പക്ഷേ -3 ഈക്വൽ അല്ല ഓക്കെ അതുകൊണ്ട് ഇതിൽ നിന്ന് നമുക്ക് യൂസ് കിട്ടില്ല
ഈ കട്ട് ചെയ്ത പോയിന്റിലുള്ള കറസ്പോണ്ടിങ് എക്സ് വാല്യൂസിലൊക്കെ ഫംഗ്ഷന്റെ വാല്യൂ സെയിം ആയിരിക്കും എന്ന് പറഞ്ഞാൽ അതേ ഇമേജ് അപ്പോൾ നോക്കൂ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കൊണ്ടുവരുന്നത് ഇത് കണ്ടാൽ ഇത് മണ്ണല്ല ഫംഗ്ഷന്റെ ഗ്രാഫിക്സ് പറയുന്നത് മണ്ണല്ല കാരണം ഇങ്ങനെ വരാൻ വെച്ചാൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ലൈൻ വെച്ചാൽ ഇവിടെ മൂന്ന് പോയിന്റുണ്ട് അത് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് എക്സ് ഇവിടെ അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് എക്സ് കോർഡിനേറ്റ് ഇവിടെ ഉണ്ടാവും ഇതിന്റെ കറസ്പോണ്ടിങ് എക്സ് ഇവിടെ ഉണ്ടാവും ഈ മൂന്ന് എക്സുകൾക്കും സെയിം വാല്യൂ അല്ല സെയിം ഇമേജ് ആണ് ഓക്കെ അതുകൊണ്ട് ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് കണ്ടാൽ തന്നെ നമുക്ക് പറയാൻ പറ്റും അത് വൺ ഫംഗ്ഷൻ ആണല്ലേ ഹൊറിസോണ്ടൽ ലൈൻ if the horizontal line meets more than one point then the graph is not one okay correct ഒരു പോയിന്റ് മാത്രം ഇരിക്കുകയാണെങ്കിൽ അത് 1 ആണ് ഉദാഹരണത്തിന് നോക്കൂ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു ഇത് 1 ആണ് കാരണം ഇങ്ങനെ ഹൊറിസോണ്ടൽ ലൈൻ വെച്ചാൽ ഒരു പോയിന്റ് ഇരിക്കുള്ളൂ ഓക്കെ അത് സെക്കൻഡ് പോയിന്റ് അപ്പോൾ ഏകദേശം 1 ഫംഗ്ഷൻ എന്ന കാര്യങ്ങളൊക്കെ ഏകദേശമായി മനസ്സിലാക്കുന്നതിന് ഡൊമൈനിലുള്ള വ്യത്യസ്ത എക്സ് വാല്യൂസിന് അല്ലെങ്കിൽ ഡൊമൈനിലുള്ള വ്യത്യസ്തമായ ഇമേജുകളാകാം സെയിം ഇമേജ് വരാതിരിക്കാൻ ഫംഗ്ഷൻ എന്ന് വിളിക്കാം ഓക്കെ അത് പ്രൂവ് ചെയ്യാനുള്ള f(x1) എന്നെടുത്തിട്ട് x1 = x2 എന്ന് എത്തിക്കണം ആ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് മാത്രമാണ് നമ്മൾ ഓൺ ടു ഫംഗ്ഷൻസ് എന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ നമുക്ക് ശ്രദ്ധിക്കാം ഞാൻ ഒരു ഫംഗ്ഷൻ നമ്മൾ കണ്ടുപിടിച്ചാൽ ഫംഗ്ഷനാണ് 1 2 3 4 എന്നുള്ള ഡൊമൈനിലാണ് അതുപോലെ ABCD എന്നിങ്ങനെ 4 അതുപോലെ ഇനിയാണ് ഫംഗ്ഷൻ ആക്കാൻ വേണ്ടിയിട്ട് ആരോഗ്യമാണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇതൊരു ഫംഗ്ഷൻ ആകാം കാരണം ഫംഗ്ഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷൻ ഈ എയിലുള്ള എല്ലാ എലമെന്റുകൾക്കും ഈ ഇമേജ് വേണം അതുകൊണ്ട് ഒന്നിലധികം ഇമേജ് ഉണ്ടാക്കരുത് ഒന്നിലധികം ഇമേജ് ആക്കില്ലല്ലോ 4 നും 3 നും ഒരു ഇമേജ് ഉള്ളൂ അപ്പോൾ ഇത് ഫംഗ്ഷൻ ആണ് ഈ ഫംഗ്ഷന്റെ പ്രത്യേകത ഇത് 1 ആണോ എന്ന് നേരത്തെ നമ്മൾ പഠിച്ചതാണ് 1 ആണോ എന്നല്ല കാരണം 3 4 അല്ലെ സെയിം ഇമേജ് ഓക്കെ 3 and 4 have same images therefore the given